2022 ആപ്പിൾ ഒഫീഷ്യലായിട്ട് വിൽക്കുന്ന ഫോൺസിനകത്ത് വെച്ച് അത്യാവശ്യം അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു ഓപ്ഷനാണ് ഐഫോൺ 11. ഐഫോൺ 11 എന്ന് പറയുന്നത് ഇപ്പോൾ എടുത്താൽ പോലും നമുക്ക് മിക്ക ഫാക്ടേഴ്സിനകത്തും നല്ലോണം പെർഫോം ചെയ്യുന്ന ഒരു ഫോൺ തന്നെയാണ്. പക്ഷേ അതിൻ്റെ പ്രൈസിങ് വരാൻ നേരത്ത്, അതായത് അവരുടെ ഒഫീഷ്യൽ പ്രൈസിങ് നോക്കുവാണെങ്കിൽ ബേസ് വേരിയൻറ്റിന് 50,000 ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൂടിയൊരു പ്രൈസിംഗ് ആണ്. കാരണം നമുക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിനകത്ത് അത്യാവശ്യം നല്ല ആൻഡ്രോയിഡ് ഫോൺസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല ഐഫോൺ 12 സെക്കൻഡ് ഹാൻഡ് യൂണിറ്റിലും ഏതാണ്ട് ആ ഒരു പ്രൈസിംഗ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കാൻ നേരത്ത് ഐഫോൺ 11 പ്രൈസിംഗ്, ഒഫീഷ്യൽ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കൂടി നിൽക്കുകയാണ്. പക്ഷേ നമുക്ക് ഓഫർ വരുന്ന സമയങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല ഐഫോൺ 11 ഒരു സെക്കൻഡ് ഹാൻഡ് യൂണിറ്റിന് ഒരു 30,000-നും 35,000 റേഞ്ചിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അത് നമുക്ക് അങ്ങനത്തെ ഒരു ഡീലിലോ അല്ലെങ്കിൽ നല്ലൊരു പ്രൈസിങ്ങിനകത്ത് ഒരു സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് കിട്ടുവാണെങ്കിൽ ഐഫോൺ 11 ഇപ്പോഴായാൽ പോലും നല്ലൊരു ഓപ്ഷനായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ കാരണം ഞാൻ മുമ്പേ പറഞ്ഞ തന്നെയാണ്, ഇതിനകത്തുള്ള മിക്ക ഫീച്ചേഴ്സിനകത്തും ഇപ്പോഴും കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല. അതായത് നമുക്ക് ഇവിടുത്തെ എല്ലാ ഫീച്ചേഴ്സ് എടുക്കാൻ നേരത്തും ഇപ്പോഴായാൽ പോലും നല്ല രീതിയിൽ തന്നെ എല്ലാം വർക്ക് ആവുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും എടുത്ത് കാണിക്കേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. ഇതിൻ്റെ പെർഫോമൻസ് ഇത്ര നല്ലതുള്ള കാരണം iOS ആണ് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൊസസ്സർ ആപ്പിളിൻ്റെ A13 ബയോണിക് ചിപ്പാണ്. അത് ഇപ്പോഴും നല്ല ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ പെർഫോം ചെയ്യുന്ന ഒരു പ്രൊസസ്സർ തന്നെയാണ്. അതായത് നമുക്കിപ്പോൾ നോക്കിയാൽ പോലും ഈ ഫോണിനകത്ത് സ്ലോ ആവുന്ന കാര്യങ്ങൾ വളരെ കുറവാണ്. അതിനകത്ത് തന്നെ ചൂടാവുന്ന കാര്യവും കുറവാണ്. നമുക്കൊരു യൂസർ എക്സ്പീരിയൻസ് പരമായിട്ട് പറയുവാണെങ്കിൽ ഒരു തരത്തിൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു 3-4 വർഷത്തേക്ക് തന്നെ ഈ ഫോൺ ഇനിയും സ്ലോ ആവുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ വരുന്ന കാര്യങ്ങൾ വളരെ കുറവാണ് പെർഫോമൻസ് പരമായിട്ട്. അത് ഇവിടുത്തെ റാം 4GB ആണ്. അതുകൊണ്ട് തന്നെ റാം മാനേജ്മെൻറ്റിനകത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. അതായത് എനിക്കിതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ഈ ഫോൺ ഇപ്പോൾ ഇത്രയും കാലമായിട്ട് ഇറങ്ങിയിട്ട് പോലും ഇപ്പോൾ ഉപയോഗിക്കുമ്പോൾ പോലും എനിക്കൊരു പുതിയ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ ഉപയോഗിക്കുന്ന എക്സ്പീരിയൻസ് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഇന്റർണൽ സ്പെസിഫിക്കേഷൻ നോക്കാൻ നേരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജ് ആണ്. ഈ ഫോണിൻ്റെ ബേസ് വേരിയന്റിന് 64GB സ്റ്റോറേജ് ഉള്ളൂ. അപ്പോൾ 64GB സ്റ്റോറേജ് എന്ന് പറയുന്നത് നല്ല കുറവാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ 2022 64GB സ്റ്റോറേജ് വരുന്നൊരു വേരിയന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപയോഗം വളരെ ലൈറ്റ് ആയിട്ടുള്ള രീതിയോ അല്ലെങ്കിൽ ഒരു ആവറേജ് രീതിയിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ സ്റ്റോറേജ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിറയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 128GB അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സ്റ്റോറേജ് ഓപ്ഷൻ നോക്കണം. അപ്പോൾ അങ്ങനെ വരാൻ നേരത്ത് പ്രൈസിങ് കൂടിപ്പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് എനിക്ക് അടുത്ത ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ, അതായത് ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഈ ഫോണിനകത്ത് എനിക്ക് ഇപ്പോഴും നല്ലൊരു ഫീച്ചറായിട്ട് തോന്നുന്നു പറയുന്നത് ഇതിൻ്റെ ക്യാമറ സിസ്റ്റമാണ്. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് 2 ക്യാമറയാണ് വരുന്നത്. അതിൻ്റെ മെയിൻ ക്യാമറ ഒരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. അതൊരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f1.8 ആണ്. പിന്നുള്ളത് ഒരു അൾട്രാ വൈഡ് ക്യാമറയാണ്. അതിൻ്റെ ആപ്പച്ചർ f2.4 ആണ്. അതും ഒരു 12 മെഗാ പിക്സൽ ക്യാമറ തന്നെയാണ്. ഇവിടെ നമുക്ക് നൈറ്റ് മോഡ് സപ്പോർട്ടും ഡീപ് ഫ്യൂഷൻ സപ്പോർട്ടും അതൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതെല്ലാം നമുക്ക് മെയിൻ ക്യാമറയ്ക്കകത്താണ് കിട്ടുന്നത്. അതിവിടെ ഈ മെയിൻ ക്യാമറ വെച്ച് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏത് ലൈറ്റിംഗ് ആയാലും, അതായത് നമുക്ക് ലൈറ്റ് കുറഞ്ഞൊരു കണ്ടീഷൻ അല്ലെങ്കിൽ നല്ല ലൈറ്റിംഗ് ആയാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഷോട്ട്സ് തന്നെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നൈറ്റ് മോഡിനകത്ത് നമുക്ക് ഐഫോൺ 12 13 ലെവലിൽ ഒരു പെർഫെക്ഷൻ വരുന്നില്ല. പക്ഷേ എന്നാൽ പോലും നമുക്ക് അതിനൊക്കെ ഒപ്പം പിടിച്ച് നിൽക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമറ സിസ്റ്റം നമുക്ക് മെയിൻ ക്യാമറ സിസ്റ്റം, അതായത് നമുക്ക് ഇപ്പോൾ വ്ളോഗിങ്ങോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മെയിൻ ഫോട്ടോ എടുക്കുന്ന ഒരു ക്യാമറ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്യാമറ സിസ്റ്റം തന്നെയാണ്. പിന്നെ നമുക്ക് അൾട്രാ വൈഡ് ക്യാമറയ്ക്കകത്ത് ചെറിയൊരു പോരായ്മയുണ്ട്. അതായത് നമുക്ക് നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അത് മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ. പക്ഷേ അത് ഒരു അഡ്വാൻറ്റേജ് ഉള്ളൊരു കാര്യമാണ്. നമുക്ക് അത്രയും ഫീൽഡ് ഓഫ് വ്യൂവിൽ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ പോർട്രേറ്റ് മോഡ് ഓപ്ഷൻ നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ എനിക്ക് ഈ ഫോട്ടോ എടുക്കുന്നതിനെക്കാട്ടിയൊക്കെ പുറമെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് ആണ്. ഇവിടുത്തെ ഈ മെയിൻ ക്യാമറ വെച്ച് എടുക്കുന്ന വീഡിയോയ്ക്കകത്ത് നമുക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ 4K 60 FPS ആണ്. അത് ആ എടുക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് നല്ല പെർഫെക്ഷൻ ഉള്ള വീഡിയോയാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്. അതായത് നമുക്കൊരു ഫോൺ ക്യാമറ വെച്ച് എടുത്ത വീഡിയോ എന്നുള്ള രീതിയിനകത്ത് ഒരു കംപ്ലയിൻറ്റും പറയാൻ പറ്റത്തില്ല. പിന്നെ അത് മാത്രമല്ല നമ്മൾ കോമ്പറ്റീഷൻ ഫോൺസായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ അതിനെക്കാട്ടിയൊക്കെ മികച്ച രീതിയിലാണ് ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് വന്നേക്കുന്നത്. അപ്പോൾ അത് ഐഫോൺ 11 വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലുള്ളത് ഒരു 12 മെഗാ പിക്സൽ ക്യാമറയാണ്. ഇതിൻ്റെ ആപ്പച്ചർ f2.2 ആണ്. അത് ഈ ഫ്രണ്ട് ക്യാമറ സിസ്റ്റം നല്ല സെൽഫീസ് എടുക്കുന്ന ക്യാമറ സിസ്റ്റം തന്നെയാണ്. അതായത് നമുക്ക് വൈഡ് ആയിട്ടുള്ള സെൽഫീസ് ആണ്. പിന്നെ അത് മാത്രമല്ല ക്ലാരിറ്റിക്കകത്ത് ഷാർപ്നെസ്സിനകത്തൊന്നും ഒരു ഇഷ്യൂസ് ഇല്ല. അതായത് ഇപ്പോൾ 2022 ഫോൺസായിട്ട് കമ്പയർ ചെയ്താലും നല്ല സെൽഫീസ് എടുക്കുന്ന ഫോൺ തന്നെയാണ് ഐഫോൺ 11 എന്ന് പറയുന്നത്. പിന്നെ അതാണ് അങ്ങനെ ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് വന്നേക്കുന്നത് വീഡിയോ റെക്കോർഡിങ്ങിനകത്താണ്. ഈ ഫ്രണ്ട് ക്യാമറ വെച്ച് എടുക്കാൻ പറ്റുന്ന മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന റെസൊല്യൂഷൻ വീഡിയോ എന്ന് പറയുന്നത് ഒരു 4K 60 FPS ആണ്. അത് എടുക്കുന്ന വീഡിയോയുടെ ഔട്ട്പുട്ട് നോക്കുവാണെങ്കിൽ നല്ല സ്റ്റേബിളായ വീഡിയോ ആണ്. പിന്നെ അത് മാത്രമല്ല ഫീൽഡ് ഓഫ് വ്യൂ വലുതാണ്. പിന്നെ നമുക്ക് വീഡിയോയുടെ മൊത്തത്തിലുള്ള ക്ലാരിറ്റിയോ അല്ലെങ്കിൽ ക്വാളിറ്റിയെ പറ്റി പറയുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അതായത് ഈ ഒരു ബഡ്ജറ്റിനകത്ത് ഇപ്പോൾ 2022 നോക്കുകയാണെങ്കിൽ പോലും, അതായത് ഞാൻ ഇതിൻ്റെ ഒഫീഷ്യൽ പ്രൈസിംഗ് വെച്ച് പറയുകയാണ്, ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ പോലും വീഡിയോ റെക്കോർഡിങ്ങിന് ഐഫോൺ 11 എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു മികച്ച ഫോൺ തന്നെയാണ്. അതായത് വീഡിയോ റെക്കോർഡിംഗ് മാത്രമല്ല ഇതിൻ്റെ ക്യാമറ സിസ്റ്റം മൊത്തത്തിൽ ഇപ്പോൾ 2022 ആയിട്ട് പോലും നല്ല രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു ക്യാമറ സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് രണ്ടാമത്തെ ഒരു ബെസ്റ്റ് ഫീച്ചറായിട്ട് പറഞ്ഞേക്കുന്നത്. അത് നമുക്ക് ഈ ക്യാമറ സിസ്റ്റത്തിനകത്ത് തന്നെ ഈ ഫ്രണ്ട് ക്യാമറ നോക്കാൻ നേരത്ത് ഇവിടുത്തെ ഈ നോച്ചിനകത്ത് അൺലോക്കിംഗ് മെത്തേഡ് വരുന്നുണ്ട്. ഈ ഫോണിൻ്റെ അൺലോക്കിംഗ് മെത്തേഡ്, ഐഫോൺ 11 അൺലോക്കിംഗ് മെത്തേഡ് ഫേസ് അൺലോക്ക് ആണ്. അതായത് നമുക്ക് ഫേസ് ID സെൻസറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫേസ് ID എന്ന് പറയുന്നത് ടെക്നോളജി പരമായിട്ട് പറയുവാണെങ്കിൽ നല്ലൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് മാസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് പോരായ്മകളുണ്ട്. നമുക്ക് അൺലോക്ക് ചെയ്യുന്നതിനകത്ത് ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട്. പക്ഷേ ടെക്നോളജി പരമായിട്ട് പറയാൻ നേരത്ത് ഫേസ് ID അൺലോക്ക് അല്ലെങ്കിൽ ഫേസ് അൺലോക്ക് എന്ന് പറയുന്നത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. അതും ഐഫോൺ 11 ഫേസ് ID സെൻസറും 12 13 ഫേസ് ID സെൻസറുമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ സ്പീഡിനകത്തൊന്നും അധികം മാറ്റം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു രീതി പറയുമ്പോഴത്തേക്കും ഐഫോൺ 11 ഇപ്പോഴും ആ ഫോൺസിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് ഫേസ് അൺലോക്ക് എടുക്കാൻ നേരത്ത്.
ഇനി അടുത്തൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മൂന്നാമത്തെ ബെസ്റ്റ് ഫീച്ചറായിട്ട് പറയേണ്ടതെന്ന് പറയുന്നത് ബാറ്ററി ബാക്കപ്പ് ആണ്. ബാറ്ററി പരമായിട്ടുള്ള കാര്യങ്ങൾ സാധാരണ ഫോൺസിനകത്ത് ഒരുപാട് ഏജ് ആവുന്ന സമയത്ത് മോശമായി വരേണ്ട ഒരു ഫീച്ചറാണ്. പക്ഷേ iPhone 11 ഇപ്പോൾ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് എടുക്കുവാണെങ്കിലും നമുക്ക് ബാറ്ററി ഹെൽത്ത് ഒരു 90% അല്ലെങ്കിൽ ഒരു 85% ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് iPhone 11 കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ബാറ്ററിക്കകത്ത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോഴും ഈ iPhone 11 നിൽക്കുന്നത്. ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ 3110 mAh ഉള്ളൂ. അപ്പോൾ ഭയങ്കര വലിയൊരു ബാറ്ററി ഒന്നുമല്ല. iPhone സ്റ്റാൻഡേർഡ് എടുക്കുമ്പോൾ അത്യാവശ്യം വലിയൊരു ബാറ്ററിയാണ്. പക്ഷേ നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ 90% ബാറ്ററി ഹെൽത്തുള്ള ഒരു iPhone 11 നിങ്ങൾ ഉപയോഗിച്ചാൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടും. അതായത് സ്ക്രീൻ ഓൺ ടൈം വെച്ച് പറയുവാണെങ്കിൽ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ റേഞ്ചിലൊക്കെ സ്ക്രീൻ ഓൺ ടൈം കിട്ടണം. 90% ആണ് ബാറ്ററി ഹെൽത്ത് എങ്കിൽ. 100% ആണെങ്കിൽ ഒരു 8 മണിക്കൂർ റേഞ്ചിലൊക്കെ വരും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ബാറ്ററി ബാക്കപ്പിന് നല്ല രീതിയിലുള്ള ബാറ്ററി ബാക്കപ്പ് തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ചാർജിങ് എടുക്കാൻ നേരത്തെ തന്നെ ഈ ഫോണിനകത്ത് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്, അതുപോലെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അതായത് ചാർജിങ് പരമായിട്ടും പോരായ്മകളൊന്നും വന്നിട്ടില്ല. അതായത് നമുക്ക് ബാറ്ററി സൈഡ് മൊത്തത്തിൽ പറയുവാണെങ്കിൽ 2022 ആയപ്പോൾ പോലും iPhone 11 ബാറ്ററി സൈഡ് നല്ലൊരു ഫീച്ചറായിട്ട് തന്നെ നിൽക്കുകയാണ്. ഇനി അടുത്ത് എനിക്ക് ഈ ഫോണിനകത്ത് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫോം ഫാക്ടറും ബിൽഡ് ക്വാളിറ്റിയാണ്. ഞാൻ ഡിസൈൻ എടുത്ത് പറയുന്നില്ല, കാരണം ഡിസൈൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ട് പഴകിയ ഒരു ഡിസൈൻ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഫോം ഫാക്ടർ നോക്കുവാണെങ്കിൽ ഒരു പെർഫെക്റ്റ് ഫോം ഫാക്ടർ എന്ന് പറയണം. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഇപ്പോഴായാൽ പോലും നല്ലോണം തന്നെയാണ് നിൽക്കുന്നത്. അതായത് നമുക്കൊരു പഴയ യൂണിറ്റ് എടുത്താൽ പോലും ബിൽഡ് ക്വാളിറ്റി പരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരത്തില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രെയിം അലുമിനിയം ഫ്രെയിമാണ്. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഗ്ലാസ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ ഗ്ലാസ് ആയതുകൊണ്ട് കയ്യിൽ നിന്ന് തറയണാലൊക്കെ പൊട്ടും. പക്ഷേ അല്ലാതെ നമ്മൾ നല്ലോണം ഉപയോഗിക്കുവാണെങ്കിൽ നമ്മളതിന് തറയിലൊന്നും വീഴുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നും വരത്തില്ല. പിന്നെ അതിനൊക്കെ ഇവിടുത്തെ ബട്ടൺസ് ഒക്കെ ഇപ്പോഴായാൽ പോലും നല്ലോണം തന്നെ വർക്ക് ആവുന്നുണ്ട്. നല്ല ടാക്ടൈൽ ഫീഡ്ബാക്ക് ഉണ്ട്. പിന്നെ ഫോൺ വളയുന്ന കാര്യം എവിടെയെങ്കിലും ഗ്യാപ്പ് വരുന്ന കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ കനം എടുക്കാൻ നേരത്തെ തന്നെ 8.3 mm തിക്നെസ് മാത്രമേ ഈ ഫോണിന് വരുന്നുള്ളൂ. പിന്നെ വെയിറ്റ് 194 grams ആണ്. അപ്പോൾ നമ്മൾ കയ്യിൽ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തോന്നത്തുമില്ല. അതായത് എനിക്കിതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നതിനകത്ത് ഞാൻ ആയിപ്പോൾ പറയാനില്ലെങ്കിലും ഇതിൻ്റെ ഫോം ഫാക്ടറും അതിനകത്ത് ബിൽഡ് ക്വാളിറ്റിക്കകത്തും ഇപ്പോഴായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിന് IP68 റേറ്റിംഗ് വരുന്നുണ്ട്. അതായത് നമുക്ക് 2 മീറ്റർ 30 മിനിറ്റ്സിലേക്കുള്ള വാട്ടർ റെസിസ്റ്റൻസ് റേറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ഉള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ iPhone 11 ഒരു സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് എടുക്കുവാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു റെഡ് കളർ ഫോണൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ കളറിനകത്തൊരു ഫേഡിങ് കാണാൻ പറ്റും. അതായത് നമുക്ക് ഈ ഫ്രെയിമിനകത്ത് ആ കളർ ഇളകിപ്പോയൊരു കാര്യം കാണാൻ പറ്റും. അപ്പോൾ അത് iPhone 11 അല്ല iPhone 12 അങ്ങനത്തെ എല്ലാ ഫോൺസിനകത്തും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു കോസ്മെറ്റിക് ഡാമേജ് ആയിട്ട് മാത്രമേ പറയാൻ പറ്റൂ, അല്ല വേറെ പ്രശ്നമായിട്ട് പറയേണ്ട ഒരു കാര്യമല്ല. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനൊക്കെ തന്നെ ഇവിടെ എല്ലാ കാര്യങ്ങളും ബെസ്റ്റ് ആയിട്ടൊന്നും വന്നിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഫോണിൻ്റെ ഒരു വലിയ പോരായ്മയുള്ളൊരു ഫീച്ചർ അല്ലെങ്കിൽ ബാക്കിയുള്ള കോമ്പറ്റീഷൻ ഫോൺസുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ ഒരു പ്രൈസിന് വേർത്ത് അല്ലാത്തൊരു ഫീച്ചറായിട്ട് തോന്നുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. അത് ഡിസ്പ്ലേ ടെക്നോളജി വെച്ചാണ്, അല്ലാതെ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി വെച്ചോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചോ അല്ല. പക്ഷെ നമ്മൾ ടെക്നോളജി വെച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഒരു പോരായ്മ തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വന്നിരിക്കുന്ന ഡിസ്പ്ലേ ഒരു 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. പക്ഷേ ഇതൊരു IPS LCD ഡിസ്പ്ലേ ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ഫുൾ HD പോലും കിട്ടുന്നില്ല. 1792/828 പിക്സൽസ് ആണ് റെസൊല്യൂഷൻ വന്നിരിക്കുന്നത്. അതായത് നമുക്ക് 326 ppi ആണ് പിക്സൽ ഡെൻസിറ്റി കിട്ടുന്നത്. അപ്പോൾ ഭയങ്കര ഷാർപ്നെസ് ഒന്നും കൂടിയിട്ടില്ല. നമുക്ക് കമ്പാരിസൺ വെച്ച് നോക്കാൻ നേരത്തെ ഒരു 25,000 റേഞ്ച് വന്നിരിക്കുന്ന ഒരു സാംസങ് ഫോണായിട്ട് എടുക്കുവാണെങ്കിൽ അതിൻ്റെ AMOLED പാനലാണെങ്കിൽ അതും ഇതും കൂടെ കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതിനെക്കാട്ടി മികച്ച് നിൽക്കുന്നത് ആ സാംസങ്ങിൻ്റെ ഫോണിൻ്റെ പാനൽ തന്നെയായിരിക്കും. അതായത് നമുക്ക് ആ ഒരു ഷാർപ്നെസ്സും കാര്യങ്ങളൊന്നും ഇതിനകത്ത് കിട്ടുന്നില്ല. പക്ഷേ നമുക്കിപ്പോൾ കണ്ടന്റ് കാണുന്ന സമയത്ത് മോശമായിട്ട് പറയാനും പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന IPS LCD പാനൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ഉള്ളൊരു പാനൽ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ റെസൊല്യൂഷൻ കുറവ്, അതിനകത്ത് തന്നെ AMOLED അല്ലാത്തതിൻ്റെ ഒരു പോരായ്മയാണ് നമ്മൾ എടുത്തറിയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു നോർമൽ വ്യൂയിങ് ആംഗിൾ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോ കാണുമ്പോഴോ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല നമ്മളിപ്പോൾ എന്തെങ്കിലും കണ്ടന്റ് വായിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അതിനകത്തൊന്നും പോരായ്മ പറയാനില്ല. അതായത് വ്യൂയിങ് ആംഗിൾസിനകത്ത് ഇഷ്യൂസ് ഒന്നും കാണില്ല. നമുക്ക് ഗ്രീൻ ടിൻ്റ് എഫക്റ്റോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിനകത്ത് തന്നെ മാക്സിമം ബ്രൈറ്റ്നസ് ലെവൽ നോക്കുവാണെങ്കിൽ തന്നെ 625 nits വരെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ വെച്ച് ഉപയോഗിക്കുമ്പോൾ തന്നെ കണ്ടന്റ് വായിക്കാൻ അങ്ങനത്തെ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല ഷാർപ്നെസ് കുറവ് നമ്മൾ എന്തായാലും അറിയാം. മാത്രമല്ല കമ്പാരിസൺ നോക്കാൻ നേരത്ത് AMOLED പാനൽ അല്ലാത്തതിൻ്റെ ഒരു പോരായ്മ ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 2022 സമയത്ത് iPhone 11 ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പോരായ്മയുള്ള ഫീച്ചർ തന്നെയാണ്. പക്ഷേ ഈ ഡിസ്പ്ലേയുടെ കൂടെ വന്നിരിക്കുന്ന സ്പീക്കർ സിസ്റ്റം നല്ലൊരെണ്ണമാണ്. കാരണം വെച്ചാൽ നമുക്കൊരു ഡ്യുവൽ സ്പീക്കർ സിസ്റ്റം കിട്ടുന്നുണ്ട്. താഴത്തെ ഗ്രില്ലും ഇയർ പീസും സ്പീക്കറാണ്. അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് നല്ല തന്നെയാണ്. അതുപോലെ തന്നെ ഇയർ പീസ് നല്ലൊരെണ്ണം ആയതുകൊണ്ട് തന്നെ കോളിംഗ് എക്സ്പീരിയൻസിനകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് നെറ്റ്വർക്ക് ഡ്രോപ്പേജോ കാര്യങ്ങളൊന്നും വരുന്നില്ല. നെറ്റ്വർക്കിൻ്റെ കാര്യം പറയാൻ നേരത്ത് LTE സപ്പോർട്ട് വരെ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ LTE സ്പീഡ് തിരക്കേടില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ബ്ലൂടൂത്ത് വേർഷൻ 5 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി പ്രശ്നങ്ങളൊന്നും വന്നില്ലായിരുന്നു. പിന്നെ വൈഫൈ വേർഷൻ Wi-Fi 6 ആണ്. അപ്പോൾ വൈഫൈയുടെ കാര്യത്തിനകത്തും സ്പീഡ് പ്രശ്നങ്ങളൊന്നും വന്നില്ലായിരുന്നു. പിന്നെ ഇവിടെ സെൻസേഴ്സ് എടുക്കാൻ നേരത്തെ എല്ലാ സെൻസേഴ്സും കിട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല അൾട്രാ വൈഡ് ബാൻഡ് ചിപ്പും വരുന്നുണ്ട്. പിന്നെ NFC ഉണ്ട്. അപ്പോൾ NFC ഉള്ളതുകൊണ്ട് തന്നെ ആപ്പിൾ പേ സപ്പോർട്ടുള്ള സ്ഥലങ്ങളിൽ ആപ്പിൾ പേ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതായത് ആ അർത്ഥത്തിലൊക്കെ ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. അതായത് ഇപ്പോൾ 2022 പോലും ആ ഒരു രീതിയിൽ അതായത് നമുക്ക് സെൻസർ പരമായിട്ടുള്ള കാര്യത്തിനകത്തും പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് iPhone 11 മൊത്തത്തിലുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ 2022 നോക്കാൻ നേരത്ത് തന്നെ ഈ ഫോണിനകത്ത് ഡിസ്പ്ലേ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഫോൺ എന്ന് പറയുന്നത് ഇപ്പോഴായാലും നല്ലൊരു അട്രാക്റ്റീവ് ഒരു ഓപ്ഷനാണ്.
പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ പ്രൈസിങ് ശ്രദ്ധിച്ചുകൊണ്ട് എടുക്കാൻ, അതായത് നമ്മൾ ഒഫീഷ്യൽ പ്രൈസിങ് വെച്ച് എടുക്കുകയാണെങ്കിൽ ബേസ് വേരിയൻറ്റ് 50,000 റുപ്പീസാണ്. അപ്പോൾ ആ ഒരു പ്രൈസിംഗ് എന്ന് പറയുന്നത്, അതായത് 64 GB വേരിയൻറ്റ് അത്രയും പ്രൈസിങ് കൊടുത്ത് എടുക്കുക എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിന് വരെ നിങ്ങൾക്ക് ഓഫർ കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നല്ലൊരു സെക്കൻഡ് ഹാൻഡ് യൂണിറ്റ് നല്ലൊരു ഡീൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ iPhone 11 ഇപ്പോഴായാലും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.